നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പരിഷ്കാര നടപടികൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയാതെ വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന് EVM മെഷീനിലെ വിശ്വാസ്യത നഷ്ടപ്പെടുമ്പോൾ പുതിയ പദ്ധതികൾ അതിന് ബദലായി കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി സീറോ എറർ ആണ് എന്ന് പൂർണ്ണമായും പറയാൻ ഒക്കില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം EVM ഹാക്കിംഗ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ അത് ഫലവത്തായി നടക്കുന്നതുകൊണ്ടും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളത് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തന്നെ തൻ്റെ 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർക്ക് ഒരു പ്രഹരമായിരിക്കുന്നത്. സാധാരണയായി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആധാർ കാർഡുമായി എല്ലാം ബന്ധിപ്പിക്കുന്നതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാറുണ്ട്. ആധാർ കാർഡും പാൻ കാർഡും തമ്മിലുള്ള ബന്ധിപ്പ്, അതുപോലെ ബാങ്ക് അക്കൗണ്ടുമായുള്ള ബന്ധപ്പെടുത്തൽ, ഇത്തരത്തിൽ ബയോമെട്രിക് വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി കൊടുത്തിരിക്കുന്ന ആധാർ കാർഡുമായി ഒരു മനുഷ്യൻ്റെ അത്യാവശ്യ സാമഗ്രികൾ, തെളിവുകൾ, ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ എന്തിനാണ് ബന്ധിപ്പിക്കപ്പെടുന്നത്? എന്നാൽ വോട്ടർ ID-യിലുള്ള പേരുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് വോട്ടർ ID ബയോമെട്രിക്സുമായി കൃത്യമായി യോജിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനം കൊണ്ടുവരണം. അതായത് ഒരാൾ വിരലടയാളം ഉപയോഗിക്കുമ്പോൾ, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വിരൽ അമർത്തുമ്പോൾ ബയോമെട്രിക് വിവരം ഉൾപ്പെടെ ലഭിക്കുന്ന തരത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും ആ ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ കള്ള വോട്ടുകൾ നടക്കില്ല. ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഇത്തരത്തിൽ വോട്ടിരട്ടിപ്പോ കള്ള വോട്ടോ നടത്താതിരിക്കാൻ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് VVPAT-നെ സമ്പൂർണമായി പരിഷ്കരിക്കേണ്ട നടപടിക്രമത്തെക്കുറിച്ചാണ് ഇപ്പോൾ ജ്ഞാനേഷ് കുമാർ വ്യക്തമായ വിവരം പുറപ്പെടുവിക്കുന്നത്. ഇത് BJPയുടെ സകല കള്ളക്കളികളെ ഒളിച്ചെടുക്കുന്ന രീതി തന്നെയായിരിക്കും. കാരണം ഉത്തരേന്ത്യയിലും മറ്റും BJP ഫലപ്രദമായി പരിഷ്കരിക്കുന്ന ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് പരിപാടികൾ അതോടെ സമ്പൂർണമായി പരാജയപ്പെടും. മഹാരാഷ്ട്രയിലേതുപോലെയോ ഹരിയാനയിലേതുപോലെയോ നിയമസഭാ തട്ടിപ്പ് പിന്നെ ഒരിക്കലും അവർക്ക് ആവർത്തിക്കാനോ, അവർക്ക് വളഞ്ഞ വഴിയിൽ കൂടി അധികാരം പിടിച്ചെടുക്കാനോ, കറപ്ഷനിൽ കൂടി, അതായത് കോർപ്പറേറ്റ് അഴിമതിയിൽ കൂടി ധനസമാഹരണം നടത്തിയ ആ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ അവർക്ക് കഴിയാതെ വരും. ഒരുപക്ഷെ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെ വെട്ടിലായിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ നഗ്നമായ സത്യം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്.